ഞാൻ പ്രൊഫസർ കൃഷ്ണമൂർത്തി എന്നാണ് എൻ്റെ പേര്. ശ്രീ ചിത്രത്തിനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുട്ടികളുടെ ഹൃദ്രോഗ വിഭാഗത്തിൽ സീനിയർ ഗ്രേഡ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കുട്ടികൾ കാണുന്ന ഹൃദ്രോഗത്തിൻ്റെ വ്യാപനം, ഇൻസിഡൻസ് അല്ലെങ്കിൽ പ്രിവലൻസ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ്. അതിൻ്റെ കാരണങ്ങൾ എന്താ, ഇതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. കുട്ടികളിൽ ജനിക്കുമ്പോൾ 1000-ൽ 8 പേർക്ക് ഹൃദ്രോഗം കാണുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും ഇത് തന്നെയാണ് സ്ഥിതി. ഇവയിൽ 5-ൽ 1, അതായത് 20% കുട്ടികൾക്ക് ഒരു വർഷം മുന്നേ എന്തെങ്കിലും രീതിയിലുള്ള ചികിത്സ കൊടുക്കണം. അതിനെ ക്രിട്ടിക്കൽ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയും. അത്യാവശ്യം നേരിടേണ്ട ഒരു സാഹചര്യമാണ് അത്. ഇതിന് കാരണങ്ങൾ പലതുമുണ്ട്. കുട്ടികൾ കാണുന്ന ഹൃദ്രോഗത്തിൻ്റെ കാരണങ്ങൾ, ഒന്ന് ജനിതക രോഗങ്ങൾ ആയിരിക്കാം, ജനറ്റിക് സിൻഡ്രോംസ് എന്ന് പറയും. ഡൗൺ സിൻഡ്രോം ഉണ്ട്, ടേണർ സിൻഡ്രോം ഉണ്ട്, നൂനാൻ സിൻഡ്രോം, ഇങ്ങനെ പല സിൻഡ്രോംസ് ഉണ്ട്. ക്രോമോസോമൽ അനോമലീസ് എന്ന് പറയും. ദീസ് വിൽ ഹാവ് ഹയർ ഇൻസിഡൻസ് ഓഫ് കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്. പിന്നെ വേറെ ചില ഇൻഫെക്ഷൻ, അമ്മയിൽ കാണുന്ന ചില പനി രോഗങ്ങൾ, ഉദാഹരണം റുബെല്ല. പ്രത്യേകിച്ച് ആദ്യത്തെ 3 മുതൽ 8 ആഴ്ചയിൽ കാണുന്ന ഈ റുബെല്ല ഇവർക്ക് ഉണ്ടാകുന്ന കുട്ടികളിൽ ഹൃദ്രോഗം കാണാം. പിന്നെ ചില ഫ്ലൂ ആൾസോ വിൽ കോസ് കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്. അമ്മകളിൽ കാണുന്ന പ്രമേഹം, ഇഫ് ദിസ് diabetes is uncontrolled, there is a higher prevalence of congenital heart disease. പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഇപ്പോൾ ഡയബറ്റീസിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയും. അതായത് ഡയബറ്റീസ് ഈസ് സീൻ മോർ ആൻഡ് മോർ ഇൻസിഡൻസ് ഇൻ യങ്ങർ പീപ്പിൾ. സോ ദിസ് ഈസ് എ തിങ് വി ഷുഡ് കൺസിഡർ. ചില മരുന്നുകൾ, പ്രത്യേകിച്ച് പണ്ടത്തെ കാലത്ത് കൊടുത്തിരുന്ന താലിഡോമൈഡ് എന്ന മരുന്ന് ഇപ്പോൾ കൊടുക്കുന്നില്ല. ഇപ്പോഴും ചില മരുന്നുകളുണ്ട്. ആങ്സൈറ്റി, ഡിപ്രഷന് കൊടുക്കുന്ന ചില മരുന്നുകൾ, എപ്പിലെപ്സി. പിന്നെ സ്ത്രീകൾ പ്രത്യേകിച്ച് മുഖക്കുരു ഉപയോഗിക്കുന്ന ഐസോട്രിറ്റിനോയിൻ എന്ന് പറയുന്ന മരുന്ന്, ഇതിനൊക്കെ ഇതൊക്കെ ഹൃദ്രോഗത്തിന് കാരണമായി വരാറുണ്ട് കുട്ടികളിൽ. അമ്മമാരിൽ മദ്യപാനം, ദാറ്റ് ഈസ് ഓൾസോ ആൽക്കഹോൾ ഈസ് എ ഹയർ ഇൻസിഡൻസ് ഓഫ് കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ഇൻ ചിൽഡ്രൻ. സ്മോക്കിംഗ് വെരി കോമൺ വെസ്റ്റേൺ കൺട്രീസിലുണ്ട്. ഇന്ത്യയിലും ഇത് ചില ഏരിയയിൽ കാണാറുണ്ട്. ബട്ട് മോർ ദാൻ ആക്റ്റീവ് സ്മോക്കിംഗ്, പാസീവ് സ്മോക്കിംഗ് ഈസ് ആൾസോ റെസ്പോൺസിബിൾ ഫോർ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ഇൻ ദ ചിൽഡ്രൻ. പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ വേറെ കുടുംബത്തിൽ വേറെ ആരെങ്കിലും പുകവലിക്കാം. അതിൻ്റെ പുക ശ്വസിക്കുന്ന അമ്മമാർക്ക് ഉണ്ടാകുന്ന കുട്ടികളിൽ ഹൃദ്രോഗം കൂടുതലായിട്ട് കാണാം. ചിലപ്പോൾ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് വരാം ഇത്, പ്രത്യേകിച്ച് ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഡിസീസ്. പിന്നെ അമ്മയ്ക്ക് റേഡിയേഷൻ എടുക്കുകയാണെങ്കിൽ, ഏതെങ്കിലും കാരണങ്ങൾ എക്സ്റേ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാൻസറിന് വേണ്ടി ചിലപ്പോൾ റേഡിയേഷൻ എടുക്കും. ഇതെല്ലാം കുട്ടികളിൽ കാണുന്ന ഹൃദ്രോഗത്തിന് ഒരു കാരണമായി വരാം. ഇത് ആദ്യത്തെ ട്രൈമസ്റ്റർ, ആദ്യത്തെ 3 മാസത്തിൽ ആണ് കൂടുതലായിട്ടും കാണുന്നത്, അമ്മയ്ക്ക് ഇങ്ങനെ റേഡിയേഷൻ എടുക്കേണ്ടി വന്നാൽ. ചില ഹോർമോണുകൾ കൊടുക്കുമ്പോഴും കുട്ടികൾക്ക് ജനിക്കുമ്പോൾ ഹൃദ്രോഗം ഉണ്ടാകാം. ഇത് പറയാൻ പ്രത്യേകിച്ച് കാരണം എന്താ വെച്ചാൽ, ഇന്നത്തെ കാലത്ത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സാങ്കേതിക പ്രക്രിയ കൂടുതലായിട്ട് കാണാറുണ്ട്. കുട്ടികൾ ഇല്ലാത്ത അച്ഛനമ്മമാർ പലതരം ഹോർമോണുകൾ എടുത്തിട്ട് കുട്ടികളുണ്ടാകാം. ഇങ്ങനെയുള്ള കുട്ടികളിൽ ഹൃദ്രോഗം കൂടുതലായിട്ട് കാണാറുണ്ട്. ചില ഓർഗാനിക് സോൾവെൻറ്റ്സ് എന്ന് പറയുന്ന ചില കെമിക്കൽസ്, അതായത് ഉദാഹരണത്തിന് പെയിൻറ്റ്, ഇതിൽ ജോലി ചെയ്യുന്ന അമ്മമാർ, ഒരു കാര്യം പറയാം, നെയിൽ പോളിഷ് വരെ കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് ഈ കെമിക്കൽ ബാധകമാകാം. പിന്നെ അഡ്വാൻസ്ഡ് ഏജ്, അമ്മയ്ക്ക് കൂടുതൽ പ്രായമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വളരെ ചെറുപ്പമുണ്ടെങ്കിൽ 15-16 വയസ്സാകുമ്പോഴേക്കും പ്രായം അമ്മയാകും ചില സ്ത്രീകളിൽ ഇങ്ങനെ കാണാം. അഡ്വാൻസ്ഡ് ഏജ് 40 വയസ്സ് കഴിയുമ്പോഴേക്കും ഇതുപോലെ പ്രഗ്നൻ്റ് ആകുമ്പോഴും ഇങ്ങനെ കാണാം. പിന്നെ
കുട്ടിയുടെ അതായത് ഈ അച്ഛനമ്മയ്ക്ക് ഹൃദ്രോഗമുണ്ടെങ്കിൽ അങ്ങനെയുള്ള സന്തതികൾക്കും ഇതുപോലെ വരാം. അതായത് ഇത് പ്രത്യേകിച്ചും അമ്മയ്ക്ക് ഹൃദ്രോഗമുണ്ടെങ്കിൽ കൂടുതലായിട്ട് കാണും. മാത്രമല്ല ഇടതുവശത്തുള്ള ഹൃദ്രോഗം ഉണ്ടെങ്കിൽ അമ്മയ്ക്കുണ്ടെങ്കിൽ അത് പർട്ടിക്കുലർലി മോർ കോമൺ ആകാം. പിന്നെ കൺസാങ്ഗ്വിനിറ്റി എന്ന് പറയാം. അതായത് കസിൻ മാരേജ്. കസിൻസ് they get married and when they have children, there is higher incidence of congenital heart disease. ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ഹൃദ്രോഗം ഉണ്ടാകും. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹൃദ്രോഗം തടയാനും സാധിക്കും. ഒരു ഉദാഹരണം ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ്സ് ആണ്. ഗർഭിണിയായിരിക്കുമ്പോൾ ഫോളിക് ആസിഡ് മൾട്ടി വിറ്റാമിൻസ് കഴിക്കുമ്പോൾ ഹൃദ്രോഗത്തിൻ്റെ വ്യാപ്തി കുറയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് സാധാരണ കാണുന്ന ഹൃദ്രോഗത്തിൻ്റെ കാരണങ്ങൾ. നമ്മുടെ രാജ്യത്ത് ഈ കുട്ടികളിൽ കാണുന്ന ഹൃദ്രോഗം ഇതിൻ്റെ വ്യാപ്തി ഇത്രയും ഉണ്ടെങ്കിലും പലപ്പോഴും അത് ശരിയായ സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ചികിത്സയും നടക്കുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. വൺ ഈസ് ലാക്ക് ഓഫ് അവയർനെസ്. ഇതിനെപ്പറ്റി ആൾക്കാർക്കുള്ള ബോധക്കുറവ്. ആ ബോധക്കുറവ് അത് ആ ഒരു അവയർനെസ്സിന് വേണ്ടിയാണ് പ്രത്യേകിച്ച് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. മോർ ആൻഡ് മോർ പീപ്പിൾ ഷുഡ് ബി അവെയർ ഓഫ് congenital heart disease in children. The other reason is lack of infrastructure. അതായത് ഇതിന് വേണ്ട സൗകര്യങ്ങൾ ഇപ്പോൾ പ്രധാനമായിട്ടും നഗരങ്ങളിലാണ് ഇത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതും പ്രത്യേകിച്ചും കേരളത്തിൽ 1-2 നഗരങ്ങളിൽ മാത്രമാണ് കൂടുതലായിട്ടും കാണുന്നത്. പെരിഫറൽ സെൻറ്റേഴ്സിൽ ഇതിനുള്ള സൗകര്യങ്ങൾ കുറവാണ്. അതുകൊണ്ട് പീപ്പിൾ ഹാവ് ടു ട്രാവൽ ലോങ് ഡിസ്റ്റൻസ് വിത്ത് ദെയർ സിക്ക് കിഡ്സ് ഓവർനൈറ്റ് ഓൾ. ആൻഡ് ദാറ്റ് ഈസ് അനദർ റീസൺ ഫോർ പീപ്പിൾ ടേക്കിംഗ് ഡിലേഡ് ട്രീറ്റ്മെൻറ്റ്. ആൻഡ് ദർ ഈസ് അനദർ റീസൺ ലൈക്ക് ജെൻഡർ ബയാസ്. പ്രത്യേകിച്ച് ചില സംസ്ഥാനങ്ങളിൽ ഇത് കേരളത്തിൽ അത്രയും കാണുന്നില്ല. പെൺകുട്ടികൾക്ക് ഈ ചികിത്സ ലഭ്യമാക്കുന്നത് അച്ഛനമ്മമാർ മടിക്കുന്നുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളിൽ പലപ്പോഴും ഹൃദ്രോഗം ഉണ്ടെന്ന് അറിഞ്ഞാലും അതിൻ്റെ ലക്ഷണങ്ങൾ കാണുകയില്ല. വളരെ അഡ്വാൻസ് സ്റ്റേജ് ഗുരുതരമായ ശേഷമേ അതിൻ്റെ ലക്ഷണങ്ങൾ പുറത്ത് കാണുകയുള്ളൂ. ആ സ്ഥിതിയിലായിരിക്കും പലപ്പോഴും അച്ഛനമ്മ ഇതിനുവേണ്ടി ചികിത്സ തേടുക. അതും ഒരു കാരണമാണ് ഈ ചികിത്സ പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിന്. പിന്നെ ഒരു കാരണം നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ദീസ് ഇൻഫ്രാസ്ട്രക്ചർ ഈസ് ലൊക്കേറ്റഡ് ഇൻ പോക്കറ്റ്സ് ഇൻ കേരള ആൻഡ് ആസ് ഇഫ് യു കൺസിഡർ ദ ഹോൾ ഓഫ് ഇന്ത്യ ഓൾസോ, നോർത്ത് ഇന്ത്യ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യ ആൻഡ് സൗത്ത് ഇന്ത്യ ഹാവ് മോർ സെൻറ്റേഴ്സ് ഓഫ് പീഡിയാട്രിക് കാർഡിയാക് കെയർ ദാൻ സെൻട്രൽ ഇന്ത്യ ഓർ ഇൻ ദി ഈസ്റ്റേൺ പാർട്സ് ഓഫ് ദ കൺട്രി. അതായത് ചില സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. ദാറ്റ് ഈസ് അനദർ റീസൺ. ഈ ചികിത്സ ലഭ്യമാകാതിരിക്കാനുള്ള ഒരു കാരണം ഫൈനാൻഷ്യലാണ്. സാമ്പത്തികമായിട്ടുള്ള അച്ഛനമ്മമാർക്ക് സാമ്പത്തിക ശേഷിയില്ല എന്നതുകൊണ്ട് ചികിത്സ ലഭിക്കാതെ വരും. അതിനുള്ളൊരു പരിഹാരമാണ് പല തരത്തിലുള്ള സ്കീമുകൾ സർക്കാർ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. അത് എല്ലാ അച്ഛനമ്മമാരും അറിഞ്ഞിരിക്കണം, അത് ഉപയോഗപ്പെടുത്തണം എന്ന് താല്പര്യപ്പെടുന്നു.